ഈ തീവ്രവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നു. അതല്ലേ ഇപ്പൊ കാണുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. രണ്ട് പിള്ളമാര്, ഒന്നൊരു ബാലകൃഷ്ണ പിള്ള അപ്പുറത്ത് തെക്കൻ കേരളത്തിൽ, മറ്റതൊരു രാധാകൃഷ്ണ പിള്ള അവിടെ എവിടെ കോഴിക്കോട്. രണ്ട് പിള്ളമാര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് കേരളത്തിന്റെ സമാധാന ജീവിതം തകർക്കല്ലേ. UDF ഗവൺമെന്റിനെ ബാധിച്ചിരിക്കുന്നത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ പിള്ളദോഷമാണ്. ഇനിയിപ്പോ അതെങ്ങനെ മാറാ നാവേറ് പാടണം. നിങ്ങൾ എന്താ ഈ കേരളത്തിലെ മന്ത്രിമാരുടെ നിലവാരം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയേ. ഒരാള് നിയമസഭയുടെ മേശപ്പുറത്ത് കാലെടുത്ത് വെക്കും. നിങ്ങൾ എന്താ അങ്ങനെ കാലെടുത്ത് വെക്കാൻ കാരണം? ഞാൻ ലേശം കളരി പഠിച്ചു പോയി. അതാണ്. കളരി പഠിച്ചവരൊക്കെ എങ്ങനെയാ? നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതൊക്കെ പൊതുമുതലാണെന്നാണ് കണക്ക്. മൂപ്പര് കാലെടുത്ത് വെച്ചാൽ കാല് മാത്രമല്ലല്ലോ മേശപ്പുറത്ത് വരിക. വലിയ പ്രശ്നമാണ്. ഇതൊക്കെ പൊതുമുതലാവും. എന്തൊക്കെ മൂപ്പര് മേശപ്പുറത്ത് തട്ടിയിട്ടുണ്ടാവും. കളരി പഠിച്ചതുകൊണ്ട് കാല് മേശപ്പുറത്ത് വെക്കാൻ. അപ്പൊ കുരുക്കന്മാരാരും ഇതിന്റെ മുമ്പ് വന്നിട്ടില്ലേ? എത്ര കുരുക്കന്മാര് നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഒരാളിപ്പോ പത്തനാപുരത്ത് നിന്ന് സ്വന്തം തട്ടകത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇതിങ്ങനെ പറയണം. PC ജോർജ് കയറൂരി വിട്ട കാളയാണെന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് അല്ലേ? അയാൾ ഒറ്റക്ക് ഇങ്ങനെ പറയൂ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ച് കേരളത്തില് എന്താ പറയാ, വടക്കൻ മേഖലകളിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. സ്വാധീനമില്ലാത്ത പാർട്ടി. അതിന്റെ ഒരു നേതാവ് ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാൻ PC ജോർജിന് ധൈര്യം കൊടുത്തതാര്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാമോലിൻ ഇറക്കുമതി ചെയ്ത കേസില് വിജിലൻസ് കോടതിയുടെ ജഡ്ജ് ഒരു ഹനീഫയാണ്. അന്ന് PC ജോർജ് പ്രസംഗിച്ചത് എന്താ? മതപരമായ ചുവ ചേർത്തിട്ടാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാൻകാര് പോലും ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ ഇയാളൊരു എന്താ പറയാ മോശപ്പെട്ട ആളാണ്, ഒരു മുസ്ലിമാണ് എന്ന ധ്വനി വെച്ചിട്ടാണ്. അതല്ലേ ഇപ്പൊ ഇന്നലെ പറഞ്ഞത്? അപ്പൊ അത് ചെറിയ കളിയല്ല. ഈ ഗവൺമെന്റ് ചെയ്യുന്ന തെമ്മാടിത്തം ജനങ്ങളുടെ മുന്നിൽ പ്രതിഷേധമുണ്ടാക്കുന്നു. 3 മണിക്കൂറായില്ല ഇപ്പൊ കറണ്ട് പോയിട്ട് അല്ലേ? ഈ പ്രദേശത്ത് 3 മണിക്കൂറിലേറെയായി കറണ്ട് പോയിട്ട്. 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവര് അടിയന്തരമായി നടപ്പാക്കിയത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമാണ്. അതിവേഗം, ബഹുദൂരം. ഇനി എപ്പോഴാ വരികയെന്ന് പടച്ചോൻ എന്നെ അറിയില്ല. തിരൂര് താഴെപ്പാലത്ത് വൈദ്യുതി ഭവൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വകുപ്പ് മന്ത്രി ഇവിടെ വന്നപ്പോ തിരൂര് പട്ടണത്തിൽ വൈദ്യുതി ഇല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന നേരത്തൊന്ന് കറണ്ട് പോയി നോക്കട്ടെ. അപ്പൊ ലീഗുകാര് നടന്നു പറയും, കണ്ടില്ലേ നല്ലൊരു ബാങ്കിന്റെ നേരം നോക്കി കറണ്ട് പോയത് കണ്ടില്ലേ. ഇസ്ലാമിനെ ബുദ്ധിമുട്ടിക്കാൻ ഈ മാർസിസ്റ്റ് അനുകൂല സംഘടനകളുണ്ട് KCB-യിൽ. അവര് ചെയ്യണതല്ലത്. അതാണ് ലീഗ്. ലീഗ് പുറത്ത് പ്രസംഗിക്കുന്നതിനേക്കാൾ വിഷം അകത്ത് പറയും. അടവ് തെറ്റിയ കുറെ ആളുകൾ ഏതങ്ങാടിയിലും മുസ്ലിം ലീഗിന് വേണ്ടി ഇത്തരം വർത്താനങ്ങൾ പറയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ പറയാറില്ലേ? ഇപ്പൊ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? 3 മണിക്കൂറിലേറെയായി ഈ പ്രദേശത്ത് വൈദ്യുതി പോയിട്ട്. എന്തേ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം നമ്മുടെ ഡാമുകളിലില്ലേ ഇപ്പോ? അപ്പൊ ഇപ്പൊ ലീഗ് പറയുണ്ടാവും ഇബാദത്തിന് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. അത് പടച്ചോൻ റസൂലിന്റെ കാലം തൊട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.
ഇരുട്ടാണ് നല്ലത്. വെളിച്ചത്താവുമ്പോ മറ്റുള്ളവർ കാണും, അതിന്റെ ഫലം കുറയും അല്ലേ? ആ, ഇത് ഇരുട്ടത്താവുമ്പോ നമ്മളും പടച്ചവനും മാത്രം ഇബാദത്ത്, അതാണല്ലോ നല്ലത്. അമല് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇരുട്ടാണ്. ഇപ്പൊ ഫത്വ ഇറങ്ങിയിട്ടുണ്ടാവും ലീഗിൻ്റെത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ വീണ്ടും ഈ വൈദ്യുതി ലോഡ് ഷെഡിങ്ങും അപ്രഖ്യാപിത പവർ കട്ടും വന്നത്? എന്തുകൊണ്ടാ? ഗവൺമെന്റിന്റെ നിലപാടിന്റെ പ്രശ്നമാണ്. ഓരോ മേഖലയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. 2 രൂപ നിരക്കിൽ അരി കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു അപേക്ഷ റേഷൻ ഷാപ്പിൽ കൊടുത്താൽ മതി എന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് എന്ന് തീരുമാനിച്ചത് നിങ്ങൾ സ്വന്തമായി ഒരു അപേക്ഷ കൊടുത്താൽ മതി. ഇപ്പോഴോ അന്ന് കൊടുത്ത അപേക്ഷ പോരാ, ഇപ്പൊ വേറെ കൊടുക്കണം. അതിൽ ഫോട്ടോ പതിക്കണം, അപേക്ഷ മാറ്റി കൊടുക്കണം. എങ്ങനെ സൗജന്യ നിരക്കിൽ അരി വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുറക്കാൻ കഴിയുമോ അതാണ് ഗവൺമെന്റിന്റെ ആലോചന. അത് മാത്രമാണ് ഗവൺമെന്റിന്റെ ആലോചന. ഏത് രംഗത്താണ് ഗവൺമെന്റ് ശുദ്ധിയോടെ നിൽക്കുന്നത്? നിങ്ങൾ ഓരോ മന്ത്രിമാരെയും പരിശോധിക്ക്. കുഞ്ഞാലിക്കുട്ടിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹത്തെ പറ്റി പറയുന്നത് ശരിയല്ല. MK മുനീർ സാഹിബ് ഏറ്റവും മാന്യനായ മനുഷ്യനല്ലേ മുസ്ലിം ലീഗിനകത്ത്? 8.5 കോടി രൂപയുടെ ആസ്തിയാണ് ഇന്ത്യ വിഷൻ ചാനലിൽ ഇദ്ദേഹത്തിനുള്ളത്. 8.5 കോടി രൂപയുടെ ആസ്തി, ഓഹരി. ആ ഓഹരി ഇന്ത്യ വിഷൻ ചാനലിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം സ്വകാര്യ കമ്പനി ഉണ്ടാക്കി മുനീർ സാഹിബ്. മുനീർ, ഭാര്യ, പിന്നെ 2-3 സിൽബന്തികളും ചേർന്നൊരു കമ്പനി. ആ കമ്പനിയുടെ പേരിലാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിൽ ഇദ്ദേഹം കാശ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, ഈ 8.5 കോടി രൂപ എവിടെ നിന്ന് കിട്ടി മുനീർ സാഹിബിന്? ന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഒടയ തമ്പുരാൻ നോട്ടച്ചടിച്ചിങ്ങനെ കൊണ്ടു കൊടുക്കൂ? ലീഗ് ഓഫീസിലേക്ക് മേലെ എറിഞ്ഞു കൊടുക്കൂ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടതിന്റെ പിറ്റേന്ന് ചന്ദ്രിക പത്രത്തിൽ ഒരു പ്രത്യേകം വാർത്ത. എന്താ വാർത്ത എന്നറിയോ? അദ്ദേഹത്തിന് സ്വന്തമായി സമ്പാദ്യങ്ങളില്ല, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലുള്ളത് ആകെ 300-ലധികം രൂപ മാത്രം, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പോറ്റി വളർത്തിയ ഈ കുട്ടിക്ക് 8.5 കോടി രൂപയുടെ സമ്പാദ്യം ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ എവിടെ നിന്ന് കിട്ടി? മുസ്ലിം ലീഗിന്റെ കച്ചറ സെന്റർ ഉണ്ട്, ഗൾഫ് മലയാളികളുടെ സംഘം, KMCC. അവര് യോഗം ചേർന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ നോറ്റ് ഒന്നൊക്കെ എടുത്തിട്ട് ഒന്ന് മുറിയുന്നതിന് മുമ്പ് യോഗം ചേർന്നിട്ടാണ് അവർ ചോദിച്ചത്, ബഹുമാനപ്പെട്ട മുനീർ സാഹിബ്, അങ്ങ് മേലിൽ ഈ നേര് പറയരുത്, നേര് പറയാതിരിക്കാൻ എത്ര കോടി നിങ്ങൾക്ക് വേണം? കുഞ്ഞാലിക്കുട്ടിനെ പറ്റിയിട്ടുള്ള ഈ നേര് നിങ്ങൾ പറയരുത്. ഇനി നേര് പറയാതിരിക്കാൻ എത്ര കോടി രൂപ നിങ്ങൾക്ക് ചാനലിൽ ഇനി ഇൻവെസ്റ്റ്മെന്റ് നടത്തണം? അതാണ് ഈ മോമിനിയങ്ങൾ. മുനീർ സാഹിബ് നല്ല മനുഷ്യനാണ്, ഞാൻ ഒന്നും അറിയില്ല. ചിത്രം വരക്കും, പാട്ടുപാടും, കഥകൾ എഴുതും, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കും, നല്ല മനുഷ്യനാണ്. ഇനി മമ്മൂട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കാണുന്ന ഒരു നടൻ, പഴശ്ശിരാജയൊക്കെ മമ്മൂട്ടി കാൽഷീറ്റ് ഒപ്പിട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒപ്പിടും. ഇദ്ദേഹം അഭിനയിച്ച സിനിമ SKSSF വെട്ടിക്കളഞ്ഞതാ. അവരുണ്ട് ഈ കൂട്ടത്തില്. അവരാണിതിന് മിമ്പറമ കയറി പ്രസംഗിക്കുന്ന കൂട്ടരവരാ. അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. പള്ളി മെമ്പറകളിൽ പ്രസംഗിക്കുന്ന കരാറെടുത്തവരാണ് കേരളത്തിലെ SKSSFകാര്. മറച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അവരാണ് പറഞ്ഞത് സിനിമാരംഗം അഭിനയിക്കാൻ പാടില്ല, മുറിക്കണം, മുറിച്ചു. അവരിത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് മറ്റേത് 2 പെൺകുട്ടികൾ ഇപ്പൊ ആത്മഹത്യ ചെയ്തതും, വേറെ കുറെ പെൺകുട്ടികൾ ഗൾഫിൽ പോയതും, അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കട്ടെ, നല്ല കാര്യം.
നല്ല മനുഷ്യനല്ലേ മുനീർ സാഹിബ്? കേരളത്തിലെ മുസൽമാന് വേണ്ടി കൈ വീശി കാണിച്ച് പ്രവർത്തിച്ചയാളാണ് CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം നമ്മുടെ മുന്നിൽ കൈവീശി കാണിച്ചുവെങ്കിൽ ആ മനോഹരമായ കൈ, പരിപാവനമായ കൈ നെറുകയിൽ വെച്ച് തലോടി വളർത്തിയതാണ് ഈ കുട്ടിയെ, MK മുനീർ എന്ന മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ നേതാവിനെ. ഇരയിമ്മൻ തമ്പിയുടെ കവിതയില്ലേ പഴയത്, ഓമനത്തിങ്കൾ കിടാവോ നല്ല താമര കോമള പൂവോ, അങ്ങനെ ഒരു കുട്ടിയല്ലത്, വേറെ കിട്ടാനുണ്ടോ? നിസ്കരിക്കും അമ്മായി മക്കനിടൂല, കക്കൂല അമ്മായി കണ്ടതൊന്നും ഒഴിവാക്കൂല എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. ആരോടും കടം വാങ്ങും, വാങ്ങിയാ കൊടുക്കൂല, വണ്ടിച്ചക്ക കൊടുക്കുക. മുസ്ലിം ലീഗിന്റെ ധാർമ്മികമായ മുന്നേറ്റമാണ് ഈ കാണിക്കുന്നത്. ധാർമ്മിക രംഗത്ത് മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു? ഒരു നേതാവാണ്. 8.5 കോടി രൂപയുടെ ആസ്തി ഒരു കമ്പനിയിൽ, അങ്ങനെ വിവിധ കമ്പനികളുണ്ട്. മുനീറിന് സ്വന്തമായി മെഡിക്കൽ കോളേജ് ഉണ്ട്, സ്വന്തമായി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. എവിടെ നിന്നുണ്ടാക്കി? രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുണ്ടാക്കിയതാണ്. പാരമ്പര്യമെന്ന് അവകാശപ്പെടാൻ CHന്റെ മകൻ എന്ന സ്ഥാനമല്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാവായി വരുന്ന കാലത്ത് മുനീർ സാഹിബിന് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടായി അണക്കെട്ടുണ്ടാക്കിയ കോൺട്രാക്ടർ കൊല്ലത്തുകാരനാണ് ഇബ്രാഹിം കുട്ടി. അയാളോട് 75 ലക്ഷം രൂപയാണ് വാങ്ങിയത്, ഒരു ചെക്കാ കൊടുത്തത്. ബാങ്കിൽ കാശില്ലാതെ കൊടുക്കുന്ന ചെക്കിന്റെ പേരാണ് വണ്ടി ചെക്ക്, അല്ലാതെ ചെക്ക് വേറെയല്ല. വണ്ടി ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചെക്കില്ല. ഒരു കുട്ടി പണ്ട് കള്ളവണ്ടിന്റെ സമയപ്പോഴാന്ന് ചോദിച്ചില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കണം അന്വേഷണങ്ങൾ, അവിടെ പോയിട്ട് അല്ല അടുത്ത കള്ളവണ്ടിന്റെ സമയപ്പോഴാ. കള്ളവണ്ടി എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇല്ലല്ലോ, ടിക്കറ്റ് ഇല്ലാതെ കയറുമ്പോഴല്ലേ കള്ളവണ്ടിയാവാ. അങ്ങനെയാണ് വണ്ടി ചെക്ക് കൊടുക്കുക. പണമില്ലാത്ത അക്കൗണ്ടിന്റെ ചെക്ക് കൊടുക്കലാണ് വണ്ടി ചെക്ക്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഇവിടെ എവിടെയോ ഇല്ല, തിരൂര്, അയാളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടില്ലേ? ആരോടും വാങ്ങും, നിസ്കരിക്കുമായി മക്കനിടൂല എന്ന് പറഞ്ഞതുപോലെ MK മുനീർ സാഹിബ് ആരോടും വായ്പ വാങ്ങും. ആരോടും വായ്പ വാങ്ങിയാൽ മൂപ്പരെന്ത് കൊടുക്കും? ചെക്ക് കൊടുക്കും. ചെക്ക് ബാങ്കിൽ ചെന്നാൽ പണം കിട്ടുകയില്ല. ഇതാണ് ഒരു നേതാവ്. കുഞ്ഞാലിക്കുട്ടിയെ പറ്റി ഞാൻ പറയില്ല, അത് ശരിയല്ല. അത് പറയുന്ന മയ്യത്തിന്റെ മേലെ കബർ കുഴിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഉണ്ട് മൂന്ത, മയ്യത്തിന്റെ മേലെ തന്നെ അങ്ങനെ കബർ കുഴിക്കൽ, അത് കോടതി തെളിയിക്കട്ടെ. മൂന്തന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. എന്താ മുസ്ലിം ലീഗ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന പരിപാടി? എന്ത് നയം? രാജ്യത്തെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം നോക്കാൻ ഈ 4 മാസത്തിനകം മുസ്ലിം ലീഗിന് നേരം കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ തിരൂരിൽ 100 തല പരിപാടിയിൽ ഉൾപ്പെട്ടത്ര ഈ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? തിരൂരിൽ ഫയർ സ്റ്റേഷന്, താൽക്കാലിക ഫയർ സ്റ്റേഷന് തറക്കല്ലിട്ടത് അന്നത്തെ മുഖ്യമന്ത്രി, 87-ലെ മുഖ്യമന്ത്രി നായനാരാണ്. പിന്നീട് നായനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയി 5 കൊല്ലക്കാലം UDF ഭരിച്ചു. അന്നിവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ മണ്ഡലത്തിൽ, ഒന്നും ചെയ്തിട്ടില്ല അതിനു വേണ്ടി. വീണ്ടും നായനാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇവിടുത്തെ MLA ബാവാജിയാണ് അധ്യക്ഷനായിരുന്നത്. നായനാരത് പൊതുസമ്മേളനത്തിൽ കൃത്യമായി ചോദിച്ചതാണ്. 5 കൊല്ലം എന്തായിരുന്നടോ നിങ്ങൾക്ക് പരിപാടി? സ്നേഹപൂർവം ബാവാജിയോട് ചോദിച്ചതാണ്. ആരാ ഫയർ സ്റ്റേഷന് വേണ്ടി ഈ ഫയർ സ്റ്റേഷൻ കൊണ്ടുവന്നതാരാ? ഇടതുപക്ഷം. അത് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിപ്പിച്ചതാരാ? ഇടതുപക്ഷം. സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാക്കാൻ സ്ഥലം കണ്ടെത്തിയതാരാ? ഇടതുപക്ഷം. എന്താ കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസ് ആ സ്ഥലം തറക്കല്ലിടുന്നതിന് മുമ്പ് അവിടെയുള്ള മണ്ണ് ടിപ്പർ കൊണ്ടുവന്ന്, JCB കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കന്മാർ മണ്ണ് മാന്തി കടത്തിക്കൊണ്ടുപോയി. നടന്നതാണ് ഇപ്പൊ നടന്നത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ മണ്ണ് കച്ചവടം നടത്തി. അതല്ല ഉണ്ടായത്. തിരൂരിൽ നിന്ന് കാണുന്ന വികസനത്തിന്റെ പേരിൽ കാണുന്ന എല്ലാ സംഗതികളും ഇടതുപക്ഷം മുനിസിപ്പാലിറ്റി ഭരിച്ച സമയത്ത് ഉണ്ടാക്കിയതാണ്. ടൗൺ ഹാൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നാഴികക്ക് 40 വട്ടം നെഞ്ചത്ത് കുത്തി പ്രസംഗിക്കുന്ന 21-ലെ കലാപവും അതിന്റെ ഭാഗമായി നടന്ന വാഗൺ ട്രാജഡിയും ഉണ്ടല്ലോ, അതിന്റെ പേരിൽ ഒരു സ്മാരകമുണ്ടാക്കി ഈ തിരൂർ പട്ടണത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റിയാണ്.
ഇന്ന് കാണുന്ന ഈ ബസ് സ്റ്റാൻഡിന് സ്ഥലം അക്വയർ ചെയ്തത് ഇടതുപക്ഷമാണ്. താഴെപ്പാലത്ത് സ്റ്റേഡിയത്തിന് സ്ഥലം അക്വയർ ചെയ്തത് ഇടതുപക്ഷമാണ്. മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കില്ല. ഇപ്പൊ അങ്ങനെ പറയണ്. തിരൂരിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കി, എന്ത് രസമുണ്ട് ബോർഡുകൾ കാണാൻ. ഒരു ബോർഡ് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. വയനാടൻ ചുരമിറങ്ങി വന്ന് ഈ തുഞ്ചന്റെ മണ്ണിന് ഒരു മലയാളം സർവകലാശാല സമ്മാനിച്ച സി മമ്മൂട്ടി, ചക്കര മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ, യൂത്ത് ലീഗ്. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നത് ആ സാധനം. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഈ 2 വട്ടം തിരൂരിന്റെ MLA ആണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായത്. ഇന്ന് നമ്മുടെ MP ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ്. അന്ന് തുഞ്ചൻ കോളേജിൽ ഡിഗ്രി കൊടുക്കാൻ തീരുമാനിച്ചു. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്. ഏക സ്ഥാപനം. ബിരുദ കോഴ്സ് തുഞ്ചൻ കോളേജിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അറബിക്കാണ് കൊടുത്തത്, മലയാളം കൊടുത്തില്ല. അറബിക്ക് തുടങ്ങി. അപ്പൊ RSSന് സന്തോഷമായി. RSS അവരുടെ ക്യാമ്പുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, നമ്മളെ പണം കൊണ്ട് ഭരിക്കുന്ന ഇവര് ഓലെ അൽ അഹാദീസുൻ നബവിയ്യ പഠിപ്പിക്കുകയാണ്. ഖുർആന്റെ സൂക്തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പില്ല. അതെല്ലാം ദോഷായി. അപ്പൊ ലീഗ് ഇപ്പുറത്ത് പ്രസംഗിക്കാൻ കൊണ്ട് കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അറബിക്ക് കൊടുക്കാൻ സാധിച്ചത്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികളുടെ, ഈ മാതൃഭൂമിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങൾ ചോദിച്ചത്, എന്തുകൊണ്ട് മലയാളം കൊടുക്കുന്നില്ല? അറബിക്ക് കൊടുക്കട്ടെ, സംസ്കൃതം കൊടുക്കട്ടെ, ഏതു ഭാഷയും കൊടുക്കട്ടെ, പക്ഷെ എന്തുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൽ മലയാളം കോഴ്സ് ആരംഭിക്കുന്നില്ല? ഒടുവിലാണ് അന്ന് DYFIയുടെ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ പ്രഗത്ഭരായ സാംസ്കാരിക നായകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരൂരിൽ കൺവെൻഷൻ നടത്തി. യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുത്തു, ആവശ്യമായ ഇടപെടൽ നടത്തി. അങ്ങനെ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇന്നത്തെ ജോർജ് ഉണ്ടല്ലോ, ഇയാളുണ്ടല്ലോ ജോസഫ്, SMS ജോസഫ്, അയാള് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ മലയാളം പഠിക്കാൻ അവസരമുണ്ടാക്കിയത്. അതാണ് ലീഗ്. പാരമ്പര്യമൊന്നും പറയണ്ട. അപ്പൊ വയനാടൻ ചുരമിറങ്ങി വന്ന മലയാളം സർവകലാശാല നൽകിയ ചക്കര മമ്മൂട്ടി. അപ്പോഴാണ് ബോർഡ് അപ്പുറത്ത്. തുഞ്ചന്റെ മണ്ണിന് മലയാളം സർവകലാശാല അനുവദിച്ച ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ, പപ്പനും കൂട്ടരും, യൂത്ത് കോൺഗ്രസ്. അവൻ എത്ര മൂത്താലും യൂത്താണ്. അവര് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാ തീർന്നെന്ന് വിചാരിച്ച അപ്പോഴാണ് വേറെ ബോർഡ്. ആദ്യ ബജറ്റിൽ തന്നെ മലയാളം സർവകലാശാലയ്ക്ക് ഫണ്ട് അനുവദിച്ച KM മാണിക്ക് അഭിവാദ്യങ്ങൾ, കേരള കോൺഗ്രസ്. കുട്ടി ഒന്നാണ്, അതും പെറ്റിട്ടില്ല, ഗർഭമുണ്ടെന്നും ഇല്ലാന്നും ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളൂ. നെഗറ്റീവാണോ പോസിറ്റീവാണോ ഒന്നും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗിന്റെ പ്രാമാണികരായ നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കുമോ മലയാളം സർവകലാശാല എവിടെ തുടങ്ങും? ഇനി മലയാളം സർവകലാശാല മുസ്ലിം ലീഗിന്റെ അബ്ദുൽ റബ്ബ് നേതൃത്വം കൊടുത്ത് തുടങ്ങിയാൽ അതിന് മലയാളം പഠിപ്പിക്കോ? ഞാൻ അതും വേണമല്ലോ ചോദിക്കാം. പാരമ്പര്യം വെച്ച് നോക്കുമ്പോ മലയാളം പഠിപ്പിക്കോ? മലയാളം തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ മലയാളം സർവകലാശാല ആരംഭിക്കുന്നു. അവിടെ ബിരുദാനന്തര ബിരുദത്തിന് അറബിക്ക് പഠിപ്പിക്കട്ടെ തീരുമാനിക്കുമല്ലോ. ഈ ഒരു തരം പൂളുണ്ട്, അത് ഇങ്ങനെ അല്ലേ, ഇതിനെന്താ പറയാ, പൂള തൊലിച്ച് അതിനകത്തൊരു സാധനം ഉണ്ടാവും വേറെ. പൂളിനകത്ത് പൂള 2 അല്ലേ, കുട്ടിയുണ്ട് എന്ന് പറയുന്നതിന്. അതുപോലെയല്ലേ മുസ്ലിം ലീഗിനകത്ത് തീവ്രവാദികൾ ഇപ്പോ ഇതിനകത്ത് തന്നെയാണ്. ആരെങ്കിലും മുസ്ലിം ലീഗ് ആകുന്നുവെങ്കിൽ NDF ആകൽ ഫ്രീ. ഇങ്ങനെയാണല്ലോ, ഒരു സാരി വാങ്ങിയാൽ ഒരു എന്താ പറയാ വേറൊരു സാധനം, ഒരു മഫ്ത ഫ്രീ എന്ന് പറഞ്ഞതുപോലെ NDF ആകുന്ന ലീഗിൽ ചേരുന്നവർക്ക് NDF സൗജന്യമായിട്ടാകാം.
അങ്ങനെ ഈ പോക്ക് പോയാൽ ഇവരെന്താ തീരുമാനിക്കുക? തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്താൻ പറ്റൂല, അത് അനിസ്ലാമികാണെന്ന് പറയില്ലേ? എഴുത്തിനിരുത്ത് അതൊക്കെ ഇസ്ലാമിലുണ്ടോ? മൈലാഞ്ചി ഇടൽ അനിസ്ലാമികമാണ്, പൂക്കള മത്സരം അനിസ്ലാമികമാണ്. പണ്ട് ഓർമ്മണ്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലവിളക്ക് കത്തിക്കാൻ നേരത്ത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രശ്നതാണ് തമസോമാ ജ്യോതിർഗമയാന്നാണ് പ്രാർത്ഥന. ഇരുട്ടിനെ നീക്കി വെളിച്ചം തരയണമേന്നാണ്. ഏത് ഭാഷയായാലും ഇതാണല്ലോ പ്രാർത്ഥന, സംസ്കൃതം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വിളക്ക് ഞാൻ കത്തിക്കൂല. ഇയാളാരാ? ഇരുട്ടിന്റെ ശക്തിയോ? ഇരുട്ടിന്റെ ഉപാസകനല്ലേ? എന്താ കാരണം? നിങ്ങൾ എന്തുകൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ല, നിലവിളക്ക് കത്തിക്കുന്നില്ല? ഉത്തരം ഇതാണ്, നിലവിളക്ക് അനിസ്ലാമികമാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയല്ലേ തൃശ്ശൂരില് ഒരു പള്ളി ചെന്നിട്ട് ബൈബിള് തൊട്ടിട്ട് സത്യം ചെയ്യണം, യേശുവാണ് കർത്താവാണ്, ഇതിലെ സൂക്തങ്ങളാണ്, മത്തായി ആണ്, അൽഫോൺസ് അച്ഛനാണ്, ഞാനല്ല കേട്ടോ, എൻ്റെ പേര് പറയരുത്. എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ഖുർആൻ കിട്ടാനില്ല? ഖുർആൻ പോട്ടോടെ ഒരു ദീനിയാത്തെങ്കിലും കിട്ടൂലേ? എന്താ പ്രസംഗത്തിന്റെ ഒരു ഊക്ക് നോക്കിയ നിങ്ങൾ? വിളക്ക് കത്തിക്കൂല, അനിസ്ലാമികം. മൈലാഞ്ചി ഇടാൻ പാടില്ല, അനിസ്ലാമികം. ലീഗ് പറഞ്ഞിട്ടില്ല, ലീഗ് പറയണ്ട. ലീഗിനകത്തുള്ള ഈ കുട്ടി പറയുന്നുണ്ട്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. എവിടെ ആരംഭിക്കും? മലയാളം സർവകലാശാല. മുസ്ലിം ലീഗ് ആരംഭിക്കുന്ന മലയാളം സർവകലാശാലയിൽ മലയാളം പഠിപ്പിക്കുമോ? തുഞ്ചൻ കോളേജിൽ മലയാളം അനുവദിക്കാത്തവരാണ്. അറബിക്ക് ആരംഭിച്ചു. അറബിക്ക് ആരംഭിക്കേണ്ടെന്നില്ലട്ടോ നമുക്ക്. വിശ്വോത്തരമായ ഒരു ഭാഷയാണ് അറബിക്. അത് പഠിക്കാൻ സൗകര്യമുണ്ടാകണം, ഒരു തർക്കമില്ല. എന്താ പഠിക്കുന്നതിന്? ഭാഷ മതപരമായ ചെലവിൽ എഴുതി വെക്കേണ്ടാരും. അത് ഈ ലോകത്തിന്റെ പൊതുവായ സമ്പാദ്യമാണ്. അത് ആർക്കും പതിച്ചു തന്നിട്ടൊന്നുമില്ല. ഇവര് കുറച്ച് ആളുകൾ ഇങ്ങനെ അറബ് പറയാൻ നടക്ക. മർഹബല്ലി ഷഹർ റമളാൻ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന്റെ പേരാ. അപ്പൊ RSS വരെ കുറെ സംസ്കൃതം അവര് പറയുന്നുണ്ട്, നമ്മളെ പേടിപ്പിക്കാനാണ്. ഇതൊക്കെ പേടിപ്പിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയാണ്, മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ്. വടിവാൾജി, കുന്തപ്രമുഖ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറെ പേര്. അത് അവര് പേടിപ്പിക്കുന്നു നമ്മളെ. ഇവിടെ നമ്മുടെ നാട്ടിൽ എവിടെയുള്ള ഒരാള് സംസ്കൃതത്തിലാണ് അത്ര മകളുടെ കല്യാണത്തിന്റെ കത്തടിച്ചത്. RSS പ്രേമം മൂത്തുമൂത്ത് അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ് RSS എന്ന് പറഞ്ഞാൽ. ഞാനതിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ നമ്മളെ പേടിപ്പിക്കും. ഏതെങ്കിലും ഒരു ഭാഷ പഠിപ്പിക്കുന്നതിന് നമുക്കെന്താ തടസ്സം? ഒരാളത് പഠിക്കുന്നതിന് എന്താ തടസ്സം? ഒരു തടസ്സമില്ല. വിദ്യാഭ്യാസ കാലത്ത് അറബിക്ക് പഠിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പൊ വല്ല കുഴപ്പമുണ്ടായിരിക്കുന്ന ഇവരാരും പോണില്ല കേട്ടാ മദ്രസയിൽ, അത് വേറെ കാര്യം. ഞാൻ ആ കൂട്ടത്തിൽ എടുത്തു പറയട്ടെ, കേരളത്തിലെ 20,000-ലധികം വരുന്ന മദ്രസകളുണ്ട്. AP, EK പല വിഭാഗമുണ്ട്. ഇനി അതുമല്ലാതെ പറവണ്ണ സിലബസ് അംഗീകരിക്കുന്ന കൂട്ടരുണ്ട്. പറവണ്ണ മൂന്നാമതൊരു സിലബസ് പറവണ്ണയാണ്. ഇനി അതുമല്ലെങ്കിൽ ഏമു എറണാകുളം മുജാഹിദ് വക മദ്രസ ഉണ്ട്, കോമു കോഴിക്കോട് മുജാഹിദ് വക മദ്രസ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് കുറെ കോയാമുണ്ട്. ഓക്കെ, ജമാഅത്തെ ഇസ്ലാമിക്കാര് വേറെ തുടങ്ങി. ഏതെങ്കിലും ഒരു മദ്രസയിൽ മുസ്ലിം ലീഗിന്റെ എന്താ പറയാ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മുതൽ മേലേക്കുള്ള നേതാക്കന്മാരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? അതില്ല, അത് പോണില്ല. അതൊക്കെ പാവപ്പെട്ട ലീഗാരെ കുട്ടികൾ പോണുണ്ട് കേട്ടോ. അവര് നമ്മളെ പോലെ തന്നെ ഒരു പാവങ്ങളാണ്, കഷ്ടപ്പെട്ട ആളുകളാണ്. സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ കുട്ടികൾ രാവിലെ തന്നെ പോകുന്നു. അന്ന് രാവിലെ മദ്രസ, രാത്രി മദ്രസ, സ്കൂൾ ഒഴിവുണ്ടാകുമ്പോൾ ഉച്ചക്ക് മദ്രസ, പിന്നെ ഉസ്താദിന് തോന്നുമ്പോൾ മദ്രസ. എന്നിട്ട് നമുക്കിതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പൊ പറയുന്നത് എന്തേ നിങ്ങളുടെ കുട്ടികൾ പോകുന്നത് ഫാത്തിമ മാതാ സ്കൂളിലല്ലേ? അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്, ആഴ്ചയിൽ 2 പീരീഡ്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് NSSന്റെ സ്കൂളിലല്ലേ? അതെ, അവിടെയുണ്ട് ഖുർആൻ ക്ലാസ്. അവിടെ ആരാ പഠിപ്പിക്കുക? നായർ സർവീസ് സൊസൈറ്റിക്കാര് മന്നത്ത് പത്മനാഭന്റെ തഫ്സീർ അനുസരിച്ച് പഠിപ്പിക്കും. തഫ്സീർ വ്യത്യാസം ഉണ്ടല്ലോ അതിന്.
എല്ലാവരും കച്ചവടത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി. എല്ലാ സമുദായ സംഘടനകളും. ഞാൻ എന്താ പറയാ, മലപ്പുറം ജില്ലയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്രാമമാണ് ഈ പ്രദേശവും. അതിന്റെ എല്ലാ പൈതൃകങ്ങളും കേൾക്കാനും അറിയാനും അവസരമുള്ള പ്രദേശം എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നു, വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ലാഭം കൊയ്യാത്ത ഏത് മതസംഘടനയാണ് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്? കച്ചവടം ചെയ്യാത്ത ആരാ? രണ്ട് കച്ചവടമാണ് ഇപ്പോ കേരളത്തിൽ മതസംഘടനകൾ നടത്തുന്ന കച്ചവടം. ഒന്ന് ആശുപത്രിയാണ്, രണ്ടാമത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആശുപത്രി കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾ അറിഞ്ഞതല്ലേ? കോഴിക്കോട് ഒരു പ്രസിദ്ധമായ ആശുപത്രിയിൽ മറ്റൊരു ഓപ്പറേഷന് വേണ്ടി കയറിയ ആൾ തിരിച്ചു ഇറങ്ങുന്ന സമയത്ത് പിന്നീടാണ് അത് ബോധ്യപ്പെട്ടത് അയാളുടെ കിഡ്നി കാണാനില്ല. എന്താ ആലോചിച്ച് നോക്കി നിങ്ങള്? പല ജാതി കള്ളന്മാര് നാട്ടിലുണ്ട്. നല്ലൊരു ഡോക്ടറാണ്, മൂമിനായ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ താടി കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകണം. ആ ജാതി ഈമാനോടുകൂടി ഓരോ സെക്കൻഡിലും ദിക്റും സലാത്തൊക്കെ എടുക്കുന്ന ഡോക്ടറാണ്, മോശക്കാരനല്ല. കിഡ്നിയാ കട്ടത്. ആ പഹന് ഏത് സ്വർഗത്തിലേക്കാണ് ഈ താടിയൊക്കെ നീട്ടിവെച്ച് പോണത്? രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ മേശപ്പുറത്തെത്തുന്ന രോഗിയുടെ വയറ്റിനകത്ത് കിടക്കുന്ന കിഡ്നി ഉണ്ടല്ലോ, അതൊന്ന് പണിമുടക്കി നോക്കട്ടെ ഒരു ദിവസം, വിവരറിയും. അതാ കേട്ടത്. ഈ ആശുപത്രിയുടെ വ്യവസായത്തിൽ സജീവമായി പങ്കെടുക്കുന്നു കേരളത്തിലെ എല്ലാ മതസംഘടനകളും. ഞാൻ എടുത്തു പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ. ഒരു കാലത്ത് ഗവൺമെന്റ് ജോലി വാങ്ങാൻ പാടില്ല, അത് ശമ്പളത്തിൽ പലിശ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. സ്വത്ത് തർക്കങ്ങൾ കോടതിയിൽ പോകരുത്, കോടതി അനിസ്ലാമിക കോടതിയാണ്, സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെയാണ് അവരുടെ ഫത്വ അന്നത്തെ. ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ കച്ചവടത്തിൽ പങ്കെടുക്കുന്നില്ലേ? തിരൂർ പട്ടണത്തിൽ അവർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടല്ലോ, അവിടെ ചേരുന്ന കുട്ടികൾക്ക് 2 കൊല്ലം വെറുതെ പോയി കിട്ടും. ദീനീബോധമുണ്ടാക്കാൻ പാവപ്പെട്ട ആളുകൾ കുട്ടികൾ അവിടെ ചേർക്കുന്നുണ്ട്. 2 ഹൈസ്കൂളാണ് മുനിസിപ്പാലിറ്റിക്കകത്ത് സർക്കാർ ഉടമസ്ഥതയിൽ. ഒന്ന് ബോയ്സ് ഹൈസ്കൂൾ, രണ്ടാമത്തേത് ഏഴൂർ ഹൈസ്കൂൾ. ബാക്കി എല്ലാ സംഘടനകൾക്കുണ്ട് സ്കൂള്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഫാത്തിമ മാതാ വക, NSS വക, SNDPക്കാർ ഇപ്പൊ തുടങ്ങി. മുസ്ലിം ലീഗിന്റെ നേതാവ് VP ഉമ്മർ നേതൃത്വം കൊടുക്കുന്ന JM ഹൈസ്കൂൾ പരന്നേക്കാട്. അൻസാറുൽ മുസ്ലിമീൻ ഇസ്ലാമിന്റെ നടുക്കഷ്ണാണ്. ഈ കച്ചവടത്തിന്റെ പങ്ക് പറ്റാത്ത ഏതെങ്കിലും സംഘടനയുണ്ടോ? വർദ്ധിച്ച പങ്ക് കിട്ടാൻ വേണ്ടിയല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരവും കൂട്ടരും അപ്പുറത്തേക്ക് കളം മാറ്റി ചവിട്ടിയത്? മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും തരാനുള്ളത് പരമാവധി തന്നു. ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ കൂടണം എന്ന് തീരുമാനിച്ചതല്ലേ? അതിന് എന്തെങ്കിലും ന്യായം പറയാ ചാനലുകൾക്ക് മുന്നിൽ? കാന്തപുരത്തിന്റെ സ്ഥിതി എന്തായിരുന്നു പണ്ട്? ഒട്ട് കേരളത്തിലെ, പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പല മദ്രസകളുടെയും കോമ്പൗണ്ടുകളിലേക്ക് കയറണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പിമ്പലമുണ്ടാവണം, അല്ലെങ്കിൽ ലീഗർ ഊതി പറപ്പിക്കും. അവരങ്ങനെ ചുട്ട കോഴിനൊക്കെ പറപ്പിക്കുന്ന ടീമാ. അങ്ങനെയായിരുന്നില്ലേ? ഹജ്ജ് കമ്മിറ്റിയിൽ ഒരു അംഗത്തെ കിട്ടണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിമ്പലം വേണം, അവരുടെ സ്വാധീനം വേണം. വഖഫ് ബോർഡിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ വേണം, സഹായം വേണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റത്തിന് അടിത്തറയിട്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്, മുസ്ലിം ലീഗ് അല്ല. 1957 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കാലത്ത് PT ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതിന്റെ ഭരണം കൈയാളിയ കാലത്താണ്, പ്രിയപ്പെട്ടവരെ, ഈ മാപ്പിള സ്കൂളുകളെല്ലാം ഉണ്ടായത്. സ്കൂള് മതം മാറിയതല്ല. അങ്ങനെയുണ്ട്, സ്കൂളിനൊരു മതം അന്ന് തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടൽ.
ഒരു കൂട്ടർക്ക് മാത്രമല്ല, അങ്ങനെയാണ് പഞ്ചമർ സ്കൂൾ കൊടുത്തത്. അത് പിന്നെ മാഷന്മാര് സംസ്കൃതം പഠിച്ചപ്പോഴാണ് പഞ്ചമി സ്കൂളായത്. വർണ്ണവ്യവസ്ഥയുടെ 4 കുലത്തിലും പെടാത്ത 5ാമത് വിഭാഗം കീഴ്ജാതിക്കാർ, പുറന്തള്ളപ്പെട്ടവർ, അവർക്ക് വേണ്ടിയാണ് പഞ്ചമർ സ്കൂൾ ഉണ്ടാക്കിയത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി വെച്ചതാണ്. ഏതെങ്കിലും മാനേജ്മെന്റിന്റെ വീട്ടുപടിക്കൽ ചെന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച ശമ്പളം ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലം അവസാനിപ്പിച്ച് അധ്യാപകരെ സർക്കാർ ജീവനക്കാരാക്കി ട്രഷറിയിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കിയതാണ്. എല്ലാ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസത്തിന് സൗകര്യമുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഉണ്ടോ? ഇല്ല. അതിനുവേണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗ്? ഇല്ല. ഞങ്ങളാണ്. മുസ്ലിം ലീഗ് നാട് നീളെ പറഞ്ഞു നടക്കാറുണ്ട്. പൊതുവെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത് CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എതിർക്കുന്നില്ല. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് EMS ആണ്. EMSനോട് CH പറഞ്ഞു, അല്ലയോ സഖാവേ, നമ്മൾ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടും മുസ്ലിം പെൺകുട്ടികൾ സ്കൂളുകളിലേക്ക് വരുന്നില്ല, അതിന് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. EMS ഉത്തരം പറഞ്ഞു, ആട്ടെ കോയ, നമുക്ക് ആലോചിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചു. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ നാടാർ സമുദായത്തിലെ പെൺകുട്ടികളും സ്കൂളുകളിലേക്ക് വരുന്നില്ല. പണ്ട് ചാന്നാർ സമുദായം എന്ന് പേര് കേട്ട നാടാർ സമുദായം. അപ്പോഴാണ് അന്നത്തെ ഗവൺമെന്റ് മൊത്തത്തിലൊരു തീരുമാനമെടുത്തത് 2 കൂട്ടർക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ. ലീഗ് പ്രസംഗിക്കും പോലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ്. ആരാണോ പിന്നോക്കം അവരെ മുന്നോക്കം കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഖസാക്കിന്റെ ഇതിഹാസം എന്ന OV വിജയന്റെ പുസ്തകത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപാട് ശക്തിയുള്ള കുതിരകൾ നിൽക്കുന്ന ആലയത്തിൽ ചെന്നിട്ട് ഷെയ്ഖ് സവാരിക്ക് തെരഞ്ഞെടുത്തത് ഒരു ചാവാളി കുതിരയെയാണ്. മദ്രസയിലെ മുല്ലേര് പഠിപ്പിക്കുന്നു. അപ്പൊ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അത് എന്തെടുത്ത് മൊല്ലാക്ക, അതെന്താ കാരണം? അപ്പൊ മൊല്ലാക്ക ഉത്തരം പറഞ്ഞത്, ആ മുടന്തനായ കുതിരക്ക് ഷെയ്ഖ് തുണ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മുടന്തി നടക്കുന്നവർക്ക്, സാമൂഹ്യ വികാസത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ പിന്നോക്കം പോയവർക്ക്, മുടന്താൻ വിധിക്കപ്പെട്ടവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം. അതല്ലേ? അങ്ങനെയാണ് കേരളത്തിൽ മലബാറിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി, പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് അതിന്റെ പേര്, എങ്കിലും അത് നിൽക്കുന്നത് നമ്മുടെ തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ്, മലപ്പുറം ജില്ലയിലാണ്. പിന്നീട് ഈ മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ചേലാമലയിൽ പെരിന്തൽമണ്ണയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന് പങ്കുണ്ടോ? ഇല്ലേ, ഇല്ല. 189 ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള, അതിന് സൗകര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി സെന്റർ ഞങ്ങൾ നടപ്പാക്കിയതാണ്. ഒരാളുടെയും പിൻബലമില്ലാതെ, ഒരു ജാതി സംഘടനക്കും മതസംഘടനക്കും. ഇവരെത്ര സമരം ചെയ്ത്. മുസ്ലിം ലീഗ് 146 ദിവസം മലപ്പുറം ആസ്ഥാനത്ത് നടത്തിയ സമരം. അതിന്റെ മുദ്രാവാക്യം എന്താ? മലപ്പുറം ജില്ലയിൽ തന്നെ വേണം, പെരിന്തൽമണ്ണയിൽ പറ്റൂല. അപ്പൊ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലാണെന്ന് ഈ സാധുക്കൾക്ക് പിടികിട്ടിയിട്ടില്ല. അതെല്ലാ കാര്യവും അങ്ങനെയാണ്. അത് ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. അപ്പൊ ഞാൻ പറയുന്നു, വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത് EMSന്റെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ടാണ്. അതിനു മുമ്പ് PT ഭാസ്കര പണിക്കർ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ അമരക്കാരനായി പ്രവർത്തിച്ച കാലത്താണ്. അവിടെ തൊട്ട് തുടങ്ങിയതാണ്. ഇവിടെ എവിടെയെങ്കിലും മുസ്ലിം ലീഗിനെ കാണാൻ സാധിക്കോ? മറ്റേതെങ്കിലും മതസംഘടനയെ കാണാൻ സാധിക്കോ? ഈ തുടർച്ചയായ പരിഷ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എന്തേ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഒരു LP സ്കൂൾ തുടങ്ങിയില്ല? അതും പറ്റൂലോ. 192 B.Ed സെന്ററുകൾക്ക് അംഗീകാരം കൊടുക്കുമ്പോഴാണ് സൂപ്പി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, സ്വന്തം ഭാര്യ കുഞ്ഞുപാത്തുമാന്റെ പേരിലൊന്ന് തുടങ്ങിയത്. എന്തായാലും കൊടുക്കല്ലേ?
192 കിടക്കട്ടെ, ഭാര്യയുടെ പേരിലൊന്ന്. എത്ര പോരിശാക്കപ്പെട്ട ആളുകളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, കൊടപ്പനക്കൽ തറവാട്ടിലെ തെമ്മീസായ മുഴുവൻ കുട്ടികളുടെയും പേരിൽ എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ മെഡിക്കൽ കോളേജുകളും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അതിലൊരിടത്താണ് മൂമിനായ സയ്യിദ് ഷുബ്ബാൻ നിർമ്മൽ മാധവിനെ ചേർക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ശാന്തപുരം, പട്ടിക്കാട്. നാളെ മെഹബൂബെ മില്ലത്തായി വരേണ്ട ചെക്കനാണ്, നല്ല കുട്ടിയാണ്. ഓനെന്നാൽ ഈമാന്റെ വൈക്കന്നെ നടക്കട്ടെ, പട്ടിക്കാട് ചേർക്കണം. ധൈര്യത്തിൽ പറയാലോ. കുറെ ഇതിന്റെ നേതാക്കന്മാരിതല്ലേ, ധാർമ്മിക വിപ്ലവത്തിന് വേണ്ടി ശബ്ദിക്കുന്ന SKSSF സ്ഥാപനത്തിൽ ഇവിടെ കൊടുക്കൂല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാ കൊടുത്തത്. അവിടെ എന്താ, അവിടെ ഇത് തന്നെ സാധനം. തൃശ്ശൂരില് തന്നെയാണ് സാധനം. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ പരിഷ്കാര പ്രവർത്തനങ്ങൾ നടക്കുന്ന നടത്തിയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചാൽ നടക്കൂലേ? ഏരിയ കമ്മിറ്റിയുടെ വക 2 കോളേജ്, ലോക്കൽ കമ്മിറ്റി വക 4 കോളേജ്, LC വക ബ്രാഞ്ച് വക ഓരോ LP സ്കൂള്, LC വക 4 ഹൈസ്കൂള്. ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഈ കച്ചവടത്തിന്റെ പങ്ക് പറ്റണ്ട എന്ന് തീരുമാനിച്ച ഒരു പ്രസ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ പറ്റണമെന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സ്കൂൾ നടത്തുന്നു, കാശുണ്ടാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ആശുപത്രി നടത്തുന്നു, കാശുണ്ടാക്കുന്നു. മുജാഹിദ് നടത്തുന്നു, AP-ക്കാർ നടത്തുന്നു. ഈ കച്ചവടത്തിൽ ലാഭം എവിടെ? ആരെ പിന്തുണച്ചാൽ കൂടുതൽ ലാഭം? നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന നാളിലാണ് മലബാറിന്റെ പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസ രംഗത്ത് മാറിക്കിട്ടാൻ 178 സ്കൂളുകളിൽ +2 കൊടുത്തത്. 178 സ്കൂളുകളിൽ. ഇവരിപ്പോ മലബാർ നിവർത്തും, കേടെടുത്തണ്ട, നിവർത്തിയാ മതി. പതുക്കെ അങ്ങനെ ചൂടാക്കി നിവർത്തണം. നിവർത്തിക്കോളൂ, ചൂടാക്കി മെതുവ നിവർത്തിയാ മതി. തിരക്കിട്ട് നിവർത്തരുത്. ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ? മലബാറിന് വേണ്ടി മാത്രം 178 സ്കൂളുകൾ കോടതിയിൽ ചോദ്യം ചെയ്തു. ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ ഗവൺമെന്റ് ഉറച്ചു നിന്നു. അത് പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകം പാക്കേജാണ് മലബാർ പാക്കേജ്. അത് നടപ്പിലാക്കണം. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. അങ്ങനെയല്ല കൊടുത്തത്. 2 വട്ടം വിദ്യാഭ്യാസ മന്ത്രിയെ സംഭാവന ചെയ്ത ഈ തിരൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ആലത്തിയൂർ ഹൈസ്കൂളിൽ ആദ്യമായി +2 അനുവദിച്ചത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് അവഗണിച്ച AP വിഭാഗത്തിന്റെ ചില സ്കൂളുകളുണ്ട്. യോഗ്യതയുണ്ടായിട്ടും കൊടുക്കാതെ വെച്ചത് രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേദനയോടെ രാഷ്ട്രീയമായ നിലപാടുകൾ മുറുകെ പിടിക്കുമ്പോൾ തന്നെ വേദനയോടെ ഒരു വിവേചനം അവസാനിപ്പിച്ചു കിട്ടാൻ അവർക്ക് അംഗീകാരം കൊടുത്തു. മലപ്പുറം മേൽമുറിയിൽ ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന